ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്രൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് റോഡ് ടെസ്റ്റിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഹെവി ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രൗണ്ട് ടെസ്റ്റിങ്ങൾ കറക്റ്റ് ആ ഡ്രൈവിംഗ് സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യണം. ഓരോ ഏത് വിൻഡോസിന് എടുക്കുന്ന വളയ്ക്കണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടാവും, അത് നോക്കി ചെയ്യാം. റോഡ് ടെസ്റ്റിൽ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാം. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ വീടിനടിയിൽ ക്ലച്ച് ഓടിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിരുന്നത്. ഇതിപ്പോൾ ന്യൂട്രലാണ് എന്നുള്ളത് എല്ലാ ഗിയറിൻ്റെ പൊസിഷൻ ഒരേപോലെ ആയിരിക്കും എല്ലാ വണ്ടിക്കും. ചില ദിവസം ഇതിൽ ന്യൂട്രലാണ് വരുന്നത്. ഒരു 1509 അല്ലെങ്കിൽ 1510 ലാൻഡ് ലിങ്ക്സോ അതിനൊക്കെ ഗിയറിൻ്റെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാവും. ക്ലച്ച് ഓടി വെച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. മറ്റുള്ള സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം. മുന്നിൽ ആളുണ്ടെങ്കിൽ ക്ലച്ച് ഓടി ഇങ്ങനെ വണ്ടി ചാടൂല. ഓക്കെ, കേട്ടോ. റിവേഴ്സിലേക്ക് നമ്മളിപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന റോഡിലേക്ക് റോഡ് റിവേഴ്സ് നോക്കുന്നില്ലല്ലോ. നമുക്ക് നേരെ ഫസ്റ്റ് ഗിയറിലേക്ക് വരാം. ഫസ്റ്റ് ഹാഫ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ഏകദേശം മൂവായി പോകും. അതാണ് വണ്ടി മൂവാകും. ഈ കുത്തനെ ഇടാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ പമ്പ് കൊടുക്കുക. വണ്ടി മൂവ് ചെയ്ത് ഗിയർ മൂവ് ചെയ്തപ്പോഴേക്കും ഗിയർ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വണ്ടിയെ കുത്തൽ ഉണ്ടാവില്ല. ഇതേ സെയിം മെത്തേഡ് തന്നെ ലേശം മൂവ് ചെയ്ത് വലത് കണ്ണിലൊക്കെ ക്ലിയർ ആയിട്ട് നോക്കാം. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ബാക്കി നിങ്ങൾ നോക്കി റോഡിലെ പ്രശ്നം കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ റോഡ് ടെസ്റ്റിൽ പോയി ഗിയർ ഏകദേശം ഷിഫ്റ്റ് ചെയ്യാനൊക്കെ അറിയാലോ. അപ്പോൾ സിംഗിൾ ബെല്ലടിച്ച് നോക്കുക. അപ്പോൾ മുന്നിൽ നോക്കിയ ഒരു ഓട്ട ഉണ്ട്, നോക്കിയാൽ ഒരു ഓട്ട മുന്നിലുണ്ട്. അപ്പോൾ സിംഗിൾ ബെല്ലടിച്ച പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഇത് സേഫാണെന്നുള്ള സ്ഥലത്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ വണ്ടി വിടുന്നത്. അടുത്ത നമ്മൾ റോഡിലേക്ക് പ്രധാനമായിട്ട് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു ജംഗ്ഷനെ കുറച്ച് ബാക്കോട്ടൊക്കെ ആയിട്ട് സിബ്ര ലൈൻ്റെ ബേക്കിൽ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഒരിക്കലും സിബ്ര ലൈനിൽ വണ്ടി നിർത്തരുത്, അത് ബാക്കി നോട്ട് ചെയ്യും. ഇനി ജംഗ്ഷൻ കവർ ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനിൽ കയറുന്ന വണ്ടിക്ക് നമ്മളെ വ്യൂ തടസ്സമായിട്ട് വെക്കും, അതും ശ്രദ്ധിക്കുക. കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വണ്ടി കയറ്റുമ്പോൾ വലത് സൈഡ് കണ്ണാടി നമ്മൾ കറക്റ്റ് പ്രോപ്പറായി നോക്കുക. പുറകുന്ന വണ്ടി ഇല്ലയെന്ന് കൺഫേം ആയതിനു ശേഷം മാത്രം സിഗ്നൽ കൊടുത്തതിന് ശേഷം ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുക. വേറെ ഏറ്റവും വലിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം, വണ്ടിയിലെ പൊസിഷൻ തിരിയുക. അപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ മുൻപ് ഓടിച്ച് ചിലപ്പോൾ ട്രാവലറായിരിക്കും, ടവേര ആയിരിക്കും, നിസാൻ, അതായത് ലോറി, മണ്ണും വണ്ടി, ഏത് വണ്ടി ആയിക്കോട്ടെ. അപ്പോൾ വണ്ടീൻ്റെ ഈ വീതി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഓടിച്ച വണ്ടിക്ക്. അതിൻ്റെ വീതി മനസ്സിലാകാൻ വേണ്ടിയിട്ട്